ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ രേവതിയാണെങ്കിൽ ശ്രീകാന്തിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നീ വർഷയുടെ വീട്ടിൽ പോയിട്ട് വർഷയെ തന്നെ നാളെ തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, ആ ശരി ഏട്ടത്തി എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ സച്ചിയാണെങ്കിൽ അങ്ങോട്ട് ചെന്നിട്ട് നമ്മളെ രേവതി എടുത്ത് പറയുന്നുണ്ട്, നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ രേവതി ചോദിക്കുന്നുണ്ട്, എന്തിന്? അങ്ങനെ നമ്മൾ സച്ചി പറയുന്നുണ്ട്, അത് ഈ വീട്ടിലെ ഗ്രഹനാഥയാണെങ്കിൽ ശ്രീകാന്തിൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഭാര്യയെ പോയി കാണരുത്, ഫോൺ വിളിക്കരുത്, ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുതെന്നൊക്കെ പറഞ്ഞ്. അപ്പം ഈ വീട്ടിലെ മരുമോളായ നീയാണെങ്കിൽ പറഞ്ഞത് എന്തുവാ, ആ ഭാര്യയുടെ വീട്ടിൽ പോകണം, അവളെ പോയി ഇങ്ങോട്ട് തന്നെ കൂട്ടിക്കൊണ്ട് വരണമെന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് വരണമെന്നൊക്കെ നീ പറഞ്ഞല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന രേവതിക്കാണെങ്കിൽ ഇത് കേട്ടിട്ട് രേവതിയാണെങ്കിൽ ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ സച്ചി പറയുന്നുണ്ട്, രേവതി സൂപ്പർ, രേവതി സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ രേവതി അഭിനന്ദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മളെ സച്ചിയാണെങ്കിൽ. പിന്നെ കാണിക്കുന്നത് നമ്മളെ ശ്രീകാന്ത് ആണെങ്കിൽ നമ്മളെ വർഷയുടെ വീട്ടിൽ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോയിട്ടാണെങ്കിൽ ചെല്ലുന്ന സമയത്ത് നമ്മൾ വർഷ അവിടെ കിടക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മളെ ശ്രീകാന്താണെങ്കിൽ വർഷയുടെ നെറ്റിയിൽ കൈയൊക്കെ വെച്ച് ഇങ്ങനെ നോക്കുന്നുണ്ട്. നോക്കുന്ന സമയത്താണ് നമ്മൾ വർഷയാണെങ്കിലും പെട്ടെന്ന് ഞെട്ടി ഒന്ന് എണീക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, സോറി വർഷയെ, സോറി, നിനക്ക് പനിയായിട്ടിരുന്ന സമയത്ത് ഞാൻ നിന്നെ വിട്ടിട്ട് പോകാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ വർഷയാണെങ്കിൽ ക്ഷമിക്കുന്നതൊന്നുമില്ല. അങ്ങനെ നമ്മൾ ശ്രീകാന്താണെങ്കിൽ മുട്ടുകുത്തി ഇരുന്നൊക്കെ നമ്മളെ വർഷയെടുത്ത് മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇത് കാണുന്ന വർഷയ്ക്കാണെങ്കിൽ ചിരിയൊക്കെ വരുന്നുണ്ട്. അതിനുശേഷം പിന്നെ വർഷയും ശ്രീകാന്ത് കൂടെ ആണെങ്കിൽ വീട്ടിലോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ വർഷയെ കാണുന്ന ചന്ദ്രമതി ആണെങ്കിൽ ആഹ കട്ട കലിപ്പിലൊക്കെ ഇരിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ പ്രൊമോ റിവ്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.